കുറുക്കൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. പണ്ടൊരു കാട്ടിലൊരു കുറുക്കനുണ്ടായിരുന്നു. കുറുക്കൻ ദാഹിച്ചു വലഞ്ഞ് ഭക്ഷണം തേടി കാട് മുഴുവൻ നടക്കുകയായിരുന്നു. എന്നാൽ കുറുക്കന് ഭക്ഷണമൊന്നും തന്നെ കിട്ടിയില്ല. അതിവരണ്ട കാലാവസ്ഥയിൽ കുറുക്കൻ ഭക്ഷണം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് ക്ഷീണിതനായി. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് കുറുക്കൻ എന്നാലും വീണ്ടും നടന്നു. ഒടുവിലൊരു മതിലിൻ്റെ അവിടെ എത്തി. ആ മതിലിനപ്പുറം ഒരു തോട്ടമായിരുന്നു. കുറുക്കൻ എന്താണെന്ന് ആ തോട്ടത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ കുറുക്കൻ കണ്ടത് എന്താണെന്നറിയോ? നല്ല മുഴുത്ത മുന്തിരികൾ. മുന്തിരിക്കുല കണ്ട് കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി. കുറുക്കൻ ആ മുന്തിരിക്കുലകൾ തിന്നണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. കുറുക്കൻ ആ മുന്തിരിക്കുലകളിലേക്ക് എടുത്തു ചാടി. എന്നാൽ മുന്തിരിക്കുലകൾ ഒന്നും കുറുക്കന് കിട്ടിയില്ല. കുറുക്കൻ കൊതി കാരണം വീണ്ടും വീണ്ടും എടുത്തു ചാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ കുറുക്കൻ അവശനായി നിലത്ത് വീണത് മാത്രം. കുറുക്കൻ ആ മുന്തിരികളും നോക്കി വെള്ളമറക്കി അങ്ങനെ കിടന്നു. കുറുക്കന് സങ്കടം സഹിക്കാനായില്ല. ക്ഷീണം കാരണം കുറുക്കൻ അവിടെ കിടന്ന് ആലോചിച്ചു. ഇനി ഒരിക്കലും ആ മുന്തിരികൾ കിട്ടാൻ പോകുന്നില്ലെന്ന് കുറുക്കന് മനസ്സിലായി. ആ സമയം കുറുക്കന് ദേഷ്യം വന്നു. ഇനി എനിക്ക് ഈ മുന്തിരികൾ വേണ്ട. ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഈ മുന്തിരികൾക്ക് നല്ല പുളിപ്പാണല്ലോ. അത് കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഈ പുളിക്കുന്ന മുന്തിരിയൊന്നും വേണ്ട എന്നും പറഞ്ഞ് കുറുക്കൻ മുന്തിരി നോക്കി തിരിഞ്ഞങ്ങോട്ട് നടന്നോടി. ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ ഒരിക്കലും ഒരു സാധനം നമുക്ക് കിട്ടില്ല എന്ന് കരുതി അത് നല്ലതല്ല എന്നല്ല അർത്ഥം. അതൊരിക്കലും നല്ലതല്ല എന്ന് പറയരുത്. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.